ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഡിഷ് വാഷാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതിന് വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോണത് ഇത് സോഡിയം ലോറൽ സൾഫേറ്റ് ആണ്. 250 ഗ്രാമാണുള്ളത്. നൂല് പോലെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ 1 ലിറ്റർ സോഡിയം ലോറൽ എത്തനോൾ സൾഫേറ്റ് ആണ്. എന്താണ് സോഡിയം ലോറൽ എത്തനോൾ സൾഫേറ്റ് ആണ്, 1 ലിറ്ററാണ് ഇതുള്ളത്. പിന്നെ ഈ ഉപ്പ് പോലെയുള്ളത് ഇത് സോൾട്ടാണ്, 200 ഗ്രാമാണ് ഇത് വേണ്ടത്. അടുത്തത് വേണ്ടത് സിട്രിക് ആസിഡ് ആണ്. പഞ്ചസാര മണി പോലെ ആണ് ഇതിരിക്കുക. അപ്പോൾ 50 ഗ്രാമാണ് ഇത് വേണ്ടത്. പിന്നെ നമുക്ക് കളറിന് ആവശ്യമുണ്ട്. കളറ് ഒരു 5 ഗ്രാമാണ്. ലെമൺ യെല്ലോ ആണ് ഇത്, കാണുന്നില്ല ഇത്. പിന്നെ അതേപോലെ വേണ്ടത് ഇത് സ്മെല്ലിനാണ്. ഇത് 15 ഗ്രാമാണ് ഇതുള്ളത്. ലെമണിൻ്റെ സ്മെല്ലാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡിഷ് വാഷാണെന്ന് അറിയാലോ. അപ്പോൾ ഇതിൻ്റെ കിറ്റ് നമുക്ക് കടകളിൽ കിട്ടും. ഇപ്പോൾ ഡിഷ് വാഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവത്തിൻ്റെ കിറ്റുകൾ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് 2 ലിറ്റർ വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് 1 ലിറ്ററാണ്. അപ്പോൾ ആദ്യമായിട്ട് ചേർക്കേണ്ടത് സോഡിയം ലോറൽ സൾഫേറ്റ് ആണ്, 250 ഗ്രാം. അപ്പോൾ ആദ്യം ഇങ്ങനെ കുറച്ച് ഇട്ടിട്ട് ഇളക്കുക. ഇടുന്നതിനൊപ്പം ഇളക്കി എടുക്കുക. ഇട്ടതിന് ശേഷം ഇത് 2 മണിക്കൂർ ഒന്ന് വെറുതെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 2 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് എന്താ, വീണ്ടും 2 ലിറ്റർ വീണ്ടും വെള്ളം എടുക്കുക, ഒഴിക്കുക. അപ്പോൾ 2 ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം സോഡിയം ലോറൽ എത്തനോൾ സൾഫേറ്റ് എന്ന 1 ലിറ്റർ എന്ത് ചെയ്യുക, ദ്രാവകം ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 1 ലിറ്റർ ദ്രാവകം ഒഴിച്ച് ഇനി എന്ത് ചെയ്യുക, 1 ലിറ്റർ വെള്ളം വേറൊരു പാത്രത്തിലേക്ക് എടുക്കാം. ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ 200 ഗ്രാം സോൾട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് ഇട്ട് ഇളക്കുക. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഈ ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ സൊല്യൂഷനിലോട്ട് ഒഴിച്ച് ഇളക്കുക. അപ്പോൾ ഉപ്പ് ഒഴിക്കുന്നതോടെ ഈ ഒരു സൊല്യൂഷൻ കുറച്ച് കട്ടിയായിക്കൊണ്ടിരിക്കും. അതിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും നമുക്ക് 1 ലിറ്റർ വെള്ളം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ പഞ്ചസാര മണി പോലെ ഇരിക്കുന്ന ഈ 50 ഗ്രാം സിട്രിക് ആസിഡ് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അതെന്ത് ചെയ്യുക, നമ്മുടെ മെയിൻ സൊല്യൂഷനിലേക്ക് അത് ഒഴിച്ച് ഇളക്കുക. കലക്കിയതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, 1 ലിറ്റർ വെള്ളം എടുത്ത് വീണ്ടും എന്ത് ചെയ്യുക, പാത്രത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ 5 ഗ്രാം കളറ്, ലെമൺ യെല്ലോ ആണ് ഇത് കളറ്, അതെന്ത് ചെയ്യുക, ഇട്ടിട്ട് കലക്കിയെടുക്കുക. നന്നായി കലങ്ങിയ ശേഷം എന്ത് ചെയ്യുക, അത് വീണ്ടും നമ്മുടെ മെയിൻ സൊല്യൂഷനിലേക്ക് കുറച്ച് ഇട്ട് എന്ത് ചെയ്യുക, ഇളക്കിയെടുക്കുക. അതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, വീണ്ടും 1 ലിറ്റർ എടുക്കുക, നമ്മുടെ പാത്രത്തിലേക്ക് നിറയ്ക്കുക. അപ്പോൾ നമ്മുടെ സ്മെല്ലിനായിട്ട് ഇവിടെ ലെമണിൻ്റെ സ്മെല്ലാണ്, 15 ഗ്രാമാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് ഇളക്കിയെടുക്കുക. മണവും കലങ്ങി ചേർന്നതിന് ശേഷം എന്ത് ചെയ്യുക, അതും ഇതിലോട്ട് ഒഴിച്ച് എന്ത് ചെയ്യുക, ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ എന്തായി, ഡിഷ് വാഷ് റെഡിയായി.